ഹലോ, ഗോതമ്പ് പൊടി ഏത്തപ്പഴവും വെച്ച് നല്ല സൂപ്പർ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കാം. ഇതിന് തേങ്ങയൊന്നും ചിരകേണ്ട ആവശ്യമില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ആക്കുന്നുണ്ട്. ഏത്തപ്പഴവും കൂടെ ആകുമ്പോഴത്തേക്കും ഹെൽത്തിയാണേ. ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും നല്ല ഹെൽത്തി സ്നാക്സ്. പിള്ളേർക്ക് സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതൊരെണ്ണം കഴിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ആക്കി അരച്ചെടുക്കാൻ പോകുന്നേ. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടേ. ഇത് ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇതിലേക്ക് 2 ഏലക്കയും കൂടെ ചതച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ശർക്കര പാനിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും കൂടെ മിക്സാക്കി കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിക്കാം. കട്ട കെട്ടിയ ഏത്തപ്പഴമാകുമ്പോൾ ഒരുപാട് നന്നായിട്ട് അരയൂല. അങ്ങനെ അരയാത്ത ഏത്തപ്പഴമൊക്കെ ഒന്ന് സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒക്കെ ഉടച്ചൊന്ന് കൊടുത്തിട്ട് ഇതിലേക്ക് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇവിടെ വാഴയില എടുത്തിട്ടുണ്ടേ. ഇതിലേക്ക് ദാണ്ടേ ഒരുപാട് കട്ടിയൊന്നും ആവണ്ട, സോഫ്റ്റായിട്ട് ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കണം. അങ്ങനെ ദാണ്ടേ ഇലയിലേക്ക് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലൊക്കെയുള്ള പലഹാരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബേക്കറിയുടെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ നമുക്കിത് ആവിയേറ്റാൻ വയ്ക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും വെച്ചുള്ള 4 മണി പലഹാരം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ബൈ.